നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നതകാരിയായി ചുമതലയേറ്റ മുജ്തബ ഖമേനിയും വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു, അദ്ദേഹത്തിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. അത് മനുഷ്യരുടെ എല്ലാവരുടെയും കാര്യവും അങ്ങനെ തന്നെയാണ്. അതിനർത്ഥം ഇറാൻ കീഴടങ്ങിയെന്നല്ല. വേണ്ട വിധത്തിലുള്ള സൈനിക നിർദ്ദേശങ്ങൾ കൃത്യമായി മുജ്തബ ഖമേനി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അതിതീക്ഷ്ണമായ യുദ്ധമാണ്. നേരും നെറിയുമില്ലാത്ത രണ്ട് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ പോരാടുമ്പോൾ ഇറാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത്യാധുനിക സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇറാനെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്. ഇറാൻ അതിനെയെല്ലാം ചെറുത്തുനിൽപ്പ് ശക്തമായിട്ടുള്ള മനോവീര്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി, അവിടെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ ഏറ്റവും നരഹത്യാപൂർവമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷവാതകങ്ങൾ വരെ ഇറാന് നേരെ ഉപയോഗിക്കാൻ ഇസ്രയേൽ തയ്യാറായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് ഇറാനിലെ ജനതയെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലേക്ക് ഏറ്റവും മാരക ആയുധങ്ങൾ പ്രയോഗിച്ച് തകർത്തെറിയുക, പരമാവധി നാശനഷ്ടമുണ്ടാക്കി പിച്ചി ചീന്തുക, ഇതാണ് ഇവരുടെയൊക്കെ പ്രധാന താല്പര്യം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ മുജ്തബ ഖമേനി ആശുപത്രി കിടക്കയിലാണ്, മരണത്തോട് മല്ലടിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേലി മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ആഘോഷ ലഹരിയിൽ ആടുമ്പോഴും വളരെ വ്യക്തമായി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ പ്രസിഡന്റും അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, ഇറാൻ കീഴടങ്ങുകയില്ല. ഇറാൻ ആയുധം താഴെ വയ്ക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. ഇസ്രയേലുമായി നീണ്ടുനിന്ന 12 ദിവസത്തെ യുദ്ധം പോലും ഏറ്റവും ഒടുവിൽ അവസാനിച്ചത് നമുക്കറിയാം, ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തെറിഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം ഇറാൻ മധ്യേഷ്യയിൽ നടത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ ഒരേ സമയം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം അഴിച്ചുവിടുന്നത് വാസ്തവത്തിൽ അമേരിക്കയുടെ സുരക്ഷയെ വെല്ലുവിളിക്കാൻ തന്നെയാണ്. അത് പരിപൂർണമായി ഇറാൻ വിജയിപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കയുടെ കുബുത്തിക്ക് മുന്നിലൊന്നും ഇറാന്റെ പേർഷ്യൻ പോരാട്ട വീര്യം തകരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കപ്പൽ ഗതാഗതം, ചരക്ക് ഗതാഗതം ഉൾപ്പെടെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതും നയതന്ത്ര പ്രധാനപരമായിട്ടുള്ള അവരുടെ സമ്പുഷ്ടീകരണ പദ്ധതി തടസ്സം നിൽക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് ഒരു രീതിയിലും വില കൽപ്പിക്കില്ല, അതിന് പുല്ല് വില കൊടുക്കുമെന്നും കൃത്യമായി ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റഷ്യ എടുക്കുന്ന താല്പര്യം, ഇറാന് കിട്ടുന്ന കരുത്ത് അതേ രീതിയിൽ തന്നെ അതേ ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി.